ശിവന്റെ നീലകണ്ഠൻ എന്ന പേരിന്റെ പിന്നിലെ കഥ. കാലം വളരെ പഴയപ്പോൾ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് സമുദ്രം കടിയെടുക്കാൻ തീരുമാനിച്ചു. അമൃതം നേടാൻ. അമൃതം അനശ്വരതയുടെ നൈരിത്യം. മന്ദരാജ് പർവ്വതം കടിയൂർ ഓരയായി. വാസുകി പാമ്പിനെ കോടിയാക്കിക്കൊണ്ട് അവർ സമുദ്രം കടിയുത്തു തുടങ്ങി. ആദ്യത്തിൽ പല വിശേഷനിധികളും പുറത്തുവന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു തീ പോലെ ഹാനികരമാവുന്ന വിഷം, ഹാലാഹലം, പുറത്തേക്കുയർന്നു. അത് വളരെ വിഷമുള്ളതായിരുന്നു. അതിന്റെ വാതകത്തിൽ തന്നെ സകല ലോകങ്ങളും കത്തിത്തുടങ്ങി. ഭയന്ന ദേവന്മാരും അസുരന്മാരും ഒക്കെയും ബ്രഹ്മാവിനോട് സഹായം അപേക്ഷിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഇതിനെ രക്ഷിക്കാനാവുക മഹാദേവൻ ശിവൻ മാത്രമേയായിരിക്കും. എല്ലാ ദേവന്മാരും ശിവന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, പ്രഭോ, ദയവായി ലോകത്തെ ഇതിൽ നിന്നും രക്ഷിക്കണം. ശിവൻ സമാധാനത്തോടെ മുന്നോട്ടു ചെന്നു. വിഷം തന്റെ കൈയിൽ എടുത്ത് ഒരു നിർഭയതയോടെ അത് കുടിച്ചു. വിഷം അത്ര ശക്തമായതിൽ നിന്നാണ് അത് ശരീരത്തിലുടനീളം പകർന്നു തുടങ്ങും മുമ്പേ പാരായറ്റി ശിവന്റെ കഴുത്ത് വിദ്യയായി അമർത്തി വിഷം അതിൽ നിൽക്കാന്ത്യം ചെയ്തു. അങ്ങനെ വിഷം ശിവന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായി നിന്നു. അതിന്റെ ഫലമായി അവന്റെ കഴുത്ത് നീലനിറത്തിൽ ആയിരിക്കും. അദ്ദേഹനെ അന്നുമുതൽ നീലകണ്ഠൻ എന്നും വിളിക്കപ്പെടുന്നു.